ഫൈനൽ കേട്ടോ, നെറ്റ് ഫൈനൽ 13,40,000 രൂപ കൊടുക്കാം. 21 വണ്ടിയോ? 21 വണ്ടി ഡീസൽ, ഒരു അപാകതയില്ല. 8,65,000 രൂപ കൊടുക്കും. 8,65 18 വണ്ടി അല്ലേ? 18 അല്ല 19 വണ്ടി. മനസ്സിലായില്ലേ? 22 മോഡൽ 24 കിലോമീറ്റർ ഡീസൽ മാനുവൽ എന്ത് വിലക്ക് കൊടുക്കുക? ഫൈനൽ 11,90,000 രൂപ. ഇത് 17,10,000 രൂപക്ക് ഫുൾ ലോൺ കയറ്റിട്ട് കൊടുക്കുക. തപ്പി നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട. ഓൾമോസ്റ്റ് 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതായത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസലിന് ഓട്ടോമാറ്റിക് CVT വരുന്ന വണ്ടി അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ VX ആണ്. അത് 2021 ലാസ്റ്റ് 22 രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇത് GT TSI ഓട്ടോമാറ്റിക് 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 6 എയർ ബാഗ് വരും, കീലെസ് എൻട്രി വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, എല്ലാം വരും. എല്ലാം ഇതിന്റെ ലാസ്റ്റ് ടോപ്പ് എൻഡ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2-3 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് ഈ ഒരു ഷോറൂമിൽ വീഡിയോ എടുക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും നല്ല അടിപൊളി ബെസ്റ്റ് പ്രൈസിലുള്ള കിടിലം വണ്ടികൾ സ്റ്റോക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്യാറുള്ളൂ. കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ല വണ്ടികൾ തരിക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ വണ്ടികൾ വരുമ്പോൾ മാത്രം വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. അതായത് ഇന്ന് ശരിക്കും നമ്മുടെ മാർക്കറ്റിൽ ഒരുവിധം എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വണ്ടിയും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഹ്യുണ്ടായി ഉണ്ട്, പിന്നെ നിസാൻ ഉണ്ട്, അതുപോലെ തന്നെ ടൊയോട്ട ഉണ്ട്. അങ്ങനെ നോർമലി വേണ്ടുന്ന എല്ലാ വണ്ടികളും, ചെറുവണ്ടി മുതൽ വലിയ വണ്ടികൾ, ബെൻസ്, BM, 5 സീരീസ്, അങ്ങനെയുള്ള എല്ലാ സാധനവും, പോർഷെ, ആ ഐറ്റം വരെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇൻ വൺ ആണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു വണ്ടി മുതൽ ഏറ്റവും പ്രീമിയം വണ്ടി വരെ മേടിച്ചു കൊണ്ടുപോകാം. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മാഞ്ചസ്റ്റർ മോട്ടോഴ്സിലാണ് കേട്ടോ. അതായത് തിരൂർ തെയ്യാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്റ്റ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറച്ചധികം വണ്ടികൾ കാണിച്ചാൽ ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാനുവലും എല്ലാ സാധനങ്ങളും ഉണ്ട്. ലോ കിലോമീറ്റർ ഉണ്ട്, പുതിയ മോഡൽ വണ്ടിയുണ്ട്, പുത്തൻ വണ്ടിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സമയം കളയാനില്ല, നല്ല വെയിലും ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ. നേരെ തുടങ്ങിയാലോ? വേഗം കാണിച്ചു തരാം. ലത്തീഫ് കാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ നാളായാലും ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് കുറച്ച് അടിപൊളി വണ്ടി കാണിച്ചു കൊടുത്താലോ? അതായത് ഈ ഒരു നേരം ഇതാ ഇത്രയും കിടക്കുന്ന വണ്ടികൾ മുഴുവൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ മാക്സിമം റേറ്റ് കുറയ്ക്കൂലേന്ന്? പിന്നെ തീർച്ചയായിട്ടും. ക്വാളിറ്റി ഒന്നും നോക്കണ്ട, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വാറണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമുക്കിത് 6 month വാറണ്ടി കൊടുക്കാം. പിന്നെ ഏത് വണ്ടി എടുത്താലും എഞ്ചിൻ ഭാഗം, അതേപോലെ ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും 6 month നമുക്ക് വാറണ്ടി കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒരു വണ്ടി എടുത്തോണ്ട് പോകുമ്പോൾ ഒന്നും പേടിക്കണ്ട. ഇല്ല, പക്ഷേ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ? അതെ, അത് അവർക്ക് ഏത് വർഷോപ്പ് പോയിട്ടാണോ ഷോറൂമിൽ വേണമെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാം. ഈ വണ്ടികളൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഹിസ്റ്ററി ഒക്കെ എടുത്തല്ലേ? നമ്മൾ ഏത് വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഷോറൂം ഹിസ്റ്ററി എടുത്തിട്ടും പിന്നെ മെക്കാനിക്കലി നമ്മൾ ചെക്ക് ചെയ്തിട്ടും നമ്മൾ എല്ലാ വണ്ടികളും. നമ്മൾ ഈ പറയുന്നതിൽ കൂടുതൽ ഒരു അപാകത ഇതിനകത്ത് ഉണ്ടാവില്ലെന്ന് ഗ്യാരണ്ടി ഇല്ലേ? 150% അങ്ങനെ ഉണ്ടെങ്കിൽ വണ്ടി അവർക്ക് തിരിച്ചു കൊണ്ടുവരാം. ഏത് വർഷോപ്പിൽ വേണമെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാം, ഷോറൂമിൽ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി അടിപൊളി ഫുൾ ഓപ്ഷൻ ആയിട്ടുണ്ട്. അതെ, ആസ്ട്ര ഓപ്ഷനിലാണ്. ഇത് ന്യൂ ഷേപ്പ് ആണല്ലോ. ഏതാ മോഡൽ? 2019 ആണ്, 20 രജിസ്ട്രേഷൻ ഉണ്ട്. 19-20 വണ്ടി അല്ലേ? ആസ്ട്ര. അതായത് i20 ഡീസലിലൊക്കെ ലാസ്റ്റ് വണ്ടി ഈ ഷേപ്പിൽ കേട്ടോ. പിന്നെ ഇത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 6 എയർ ബാഗ് വരും, കീലെസ് എൻട്രി വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, എല്ലാം വരും. എല്ലാം ഇതിന്റെ ലാസ്റ്റ് ടോപ്പ് എൻഡ് ആണ്. അതെ. പിന്നെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ഡീസൽ അല്ലേ? അതെ. അത്യാവശ്യം നല്ല മൈലേജ്, മോശം 20 മൈലേജ് എന്തായാലും കിട്ടുന്ന വണ്ടിയാണ്. 18-20 പെർഫോമൻസ് കാര്യങ്ങള്, പിന്നെ ക്യൂട്ട് വണ്ടി, നാവിഗേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 19-20 വണ്ടി അല്ലേ? 10 മാനുഫാക്ചർ ആണ്, 20 ആണ്. 70 ഓടിയുണ്ട്, ഫുൾ കമ്പനി സർവീസ് ആണ്. 70 ഓടിയുള്ളൂ അല്ലേ? ഓക്കെ. അതായത് ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത് 3/2/2020 ആണ് കേട്ടോ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ വരും, 6 എയർ ബാഗ് വരും, സേഫ്റ്റിയുടെ കാര്യത്തിൽ അടിപൊളി, നാവിഗേഷന്, ബട്ടർ സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടിയാണ്. ഏകദേശം എന്ത് വരെയുണ്ട്? നമുക്കിത് ഫൈനലാണ് കേട്ടോ. നെറ്റ് പ്രൈസ് 7,75,000 രൂപ കൊടുക്കും. 7,75. അതിനകത്തൊന്നും കുറയില്ല. ഇല്ല, അത് ഫൈനലാണ്. ഈ മോഡൽ കൂടിയ ഡീസൽ വണ്ടിക്ക് ഇപ്പൊ നല്ല മാർക്കറ്റ്. പെട്രോൾ വണ്ടി മൈലേജ് ഇല്ലാത്തൊരു പ്രശ്നം. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ള വന്നിട്ട് നല്ല വണ്ടിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. അതേപോലെ റെഡും കൂടെ ഉണ്ട് നമ്മളതിൽ. ഇതും ആസ്റ്റ ഓപ്ഷനിൽ തന്നെ അല്ലേ? അതെ. പിന്നെ വേറെ എന്തെങ്കിലും അപാകതയുണ്ടോ? ഒന്നുമില്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഇതില് ഒരു ഇത് 18 മോഡലുള്ളൂ. 4 പുത്തൻ ടയർ ഉണ്ട് അല്ലേ? അതെ, ടയർ 2 വണ്ടിക്കും ഒരേ നല്ല അത്യാവശ്യം കട്ടുള്ള ടയറുകളാണ്. പക്ഷേ ഈ റെഡ് വണ്ടി ഒരു പ്രത്യേക ഭംഗിയല്ലേ? ഇതും ന്യൂ ഷേപ്പ് തന്നെയാണ് കേട്ടോ. അതായത് ഷേപ്പ് തന്നെയാണ് വണ്ടി. അതെ. വണ്ടി ലോക്കാണ്. പക്ഷെ നേരത്തെ കാണിച്ച പോലെ തന്നെ സെപ്പറേറ്റ് ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ബമ്പർ ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ അത് കമ്പനിന്ന് സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ. അല്ലാത്തൊരു മേജർ ആയിട്ട് ഡോറ്, ബോണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ബമ്പറൊക്കെ പ്ലാസ്റ്റിക് സാധനമല്ലേ? പൂച്ച മാന്തിയാലും സ്ക്രാച്ച് ആവൂലേ? ഓക്കെ. അതെ. അത് നോക്കണ്ട, ഒന്നും വേറൊന്നും മാറിയിട്ടില്ല. അല്ല, ഇത് 18 ഉള്ളൂ, പക്ഷെ ഇത് 35,000 ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നമുക്ക് ആ ഒരു റേറ്റിന് 7,75,000 രൂപക്ക്. ഞാൻ കാണിച്ചോട്ടെ, 35,000 എന്ന് പറഞ്ഞ ജെനുവിനാ? സർവീസ് ഉണ്ട്. അതായത് അവർക്ക് ചെക്ക് ചെയ്യാം. വണ്ടി ഹോണ്ടയിൽ പോയിട്ട് അവർക്ക് സർവീസ് ഹിസ്റ്ററി എടുക്കാം.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കാം, അതിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് ചെക്ക് ചെയ്തിട്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞാൽ ഇനി തപ്പിയിടാൻ ചിലപ്പോൾ കിട്ടൂല കിലോമീറ്റർ അല്ലേ? അത് 35 ഓടിയിട്ടുള്ളൂ. അടിപൊളി. അതായത് വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. നോക്കിക്കോളൂ, 7,75,000 രൂപ സെയിം പ്രൈസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 7-7.5 സുഖമായിട്ട് ലോൺ കയറും. 7.5 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം ചെയ്യാം അല്ലേ? അപ്പോൾ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രം. അതെ. അടിപൊളി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടല്ലോ. ഇത് 2014 14 തേർഡ് ഓണർഷിപ്പ് ആണ്. സ്പോർട്സ് ആയിരിക്കും അല്ലേ? അതെ സ്പോർട്സ് ആണ് വണ്ടി. സ്പോർട്സ് ആണ്, പെട്രോൾ ആണ്, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയുടെ ടയർ പുത്തൻ പുതിയ ടയർ തന്നെയല്ലേ? അല്ല, അതൊക്കെ പക്കാ ടയറാണ്. പുതിയ നമ്മൾ ഇതാക്കുന്ന ടയറോ കാര്യങ്ങളൊന്നും അല്ല, ഒറിജിനൽ ഒരേ കമ്പനി ടയറാണ്. അതെ. വേറെ സെക്കൻഡ് ഹാൻഡ് ടയർ അങ്ങനത്തെ ടയറൊന്നും മേടിച്ചിട്ടുണ്ട്. എല്ലാം ഒരുവിധം പുതിയ ടയർ അല്ല, ഞാൻ പറയാം. അല്ല, അത് ചില ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് പാച്ച് ടയർ അതൊക്കെ നമ്മളതൊന്നും ചെയ്യുന്നില്ല. 14 പെട്രോൾ വണ്ടി ഓടിയതോ? 95 അങ്ങാണ്ട് ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. എന്ത് വിലക്ക് കൊടുക്കാം? 2,90,000 രൂപ കൊടുക്കാം. 2,90,000 കൊടുക്കാം അല്ലേ? 14 വണ്ടി. ഓക്കെ, ഒരു അൾട്ടോന്റെ പൈസ കൊടുക്കാം. അതെ, നല്ല വണ്ടി, ഇഞ്ചൻ ഭാഗം മെക്കാനിക്കലി പക്ക പെർഫെക്റ്റ്. അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. 6 മാസം വാറണ്ടി ഇല്ല. ഉണ്ട്, നമുക്ക് കൊടുക്കാവുന്ന. മേടിക്കാനല്ലേ? അവർക്ക് ഗിയർ ബോക്സ് ഇഞ്ചനൊക്കെ 6 മാസം വാറണ്ടിയും കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. മേജർ ആയി. പിന്നെ 14 വണ്ടിയാണ്. ബമ്പർ അങ്ങനെ ഉണ്ടാവും, ചെറിയ ടച്ചിങ് പെയിന്റിംഗ് ഒക്കെ ഉണ്ടാവും. എല്ലാത്തിനും മേജർ ഒന്നുമില്ലല്ലോ. അടിപൊളി ഗ്ലാസ് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അതായത് 2,90,000. അതെ. അത് എന്തെങ്കിലും കുറയാണെങ്കിൽ ചെറിയൊരു പൈസ കുറച്ചും കൊടുക്കും നോക്കിയിട്ട്. കാരണം അതിന്റെ ഒരു ഡെഡ് ആണ്. എന്നാലും നമുക്ക് വന്നിരുമ്പോൾ നമുക്ക് സംസാരിക്കാം. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2017-18 നമ്പറായ ലിവാണ് കേട്ടോ. 17 സിംഗിൾ ഓണർഷിപ്പില് അവിടെ നിന്ന് എടുത്തിട്ട് ഒറിജിനൽ ഷേപ്പ് ആണ്. GD ഡീസൽ ആണ്. 75,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ കേട്ടോ. അതായത് 17-18 വണ്ടിയാണ്. ഇത് റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ആയിട്ട് അങ്ങനെ. പിന്നെ ഡൽഹി വണ്ടിയാണ്, മെയിൻ ക്ലാസ് അങ്ങനെ എന്തോ റീപ്ലേസ് ഉണ്ടെങ്കിൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. പിന്നെ ഡൽഹി വണ്ടിയല്ലേ. പിന്നെ കിലോമീറ്റർ ജെന്യൂൻ ആണ്, ചെക്ക് ചെയ്തെടുത്താണ്. ടച്ചപ്പ് ഉണ്ട്, ടച്ചപ്പ് പെയിന്റിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഡൽഹിയിൽ നിന്ന് വരുന്ന അതേപോലെ RC കാര്യത്തിലൊക്കെ തന്നെയാണ് കളർ വരുന്നത്. നല്ല വൃത്തിയുണ്ട് വണ്ടി. വൃത്തിയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. അതായത് കിലോമീറ്ററും പക്ക ജെന്യൂൻ ആണ്. അവിടുന്ന് സിംഗിൾ ഓണർഷിപ്പിൽ നമ്മൾ മേടിച്ചിട്ട് ഇപ്പൊ സെക്കൻഡ് ഓണർ. മനസ്സിലായി. അതായത് ഈ 70 എന്നൊക്കെ പറഞ്ഞ ടൊയോട്ടനെ അപേക്ഷ ഒന്നുമല്ല. എത്തിയോസ് ലീവ് അല്ലേ? അതിപ്പോ അത് ആ കിലോമീറ്റർ തിരിച്ചോ അതില്ല, അത് പക്കയാണ്. ഗ്യാരണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് വന്നിട്ട് നമുക്ക് ഫൈനൽ 6,20,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 6,20,000 രൂപ ഫൈനലാണ്. ചോദിക്കുന്ന വില വരണം, പക്ഷേ 20 നമുക്ക് ഫൈനൽ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് കേരള വണ്ടിയാണെങ്കിൽ എങ്ങനെ ഒരു 7-7.5 വില എന്തായാലും കുറച്ച് കൊടുക്കണ്ടേ? കിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൈസ് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഞാൻ ഇതിന് മുമ്പ് ഇവരോട് എല്ലാവരോടും പറയാറുള്ള കേസുണ്ട്. അതായത് ഡൽഹി ആയാലും കേരള ആയാലും ടൊയോട്ട ഇറക്കിയ വണ്ടിയെല്ലാം ഒന്നാണ്. ക്വാളിറ്റി നോക്കിയിട്ട് പക്കയാണെങ്കിൽ എടുക്കാം. ഇഞ്ചിൻ ചെക്ക് ചെയ്യാം, എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്കത് കംപ്ലൈന്റ് ഇല്ല, നമ്മളെ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നാണ്, അവരെടുക്കണ്ട. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 17-18 വണ്ടി അല്ലേ? അതെ. പിന്നെ പ്രൈസ് എന്തെങ്കിലും ഒക്കെ കുറയണ്ടോ? അതൊരു ഡെഡ് എൻഡ് ആണ്. പിന്നെ വരുമല്ലോ, നമുക്ക് കച്ചവടം സംസാരിക്കുമല്ലോ. അതിന്റെ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ റോഡ് മാസ്റ്റർ കണ്ടുവരുന്നവർക്ക് മാത്രം കൊടുത്തായി. വീഡിയോ കണ്ടു എന്ന് പറഞ്ഞവർക്ക് മാത്രം അത്ര നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര നമ്മൾ വില പറഞ്ഞേ? 6,20,000 രൂപ 20-ന് കൊടുക്കാം. 6,20,000. അത് ഫുൾ ലോൺ തന്നെ ഏകദേശം കയറും അല്ലേ? ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നോക്കി നല്ല മൈലേജ് കിട്ടും. അതുപോലെ തന്നെ നല്ല അടിപൊളി ടെറാനോ ഉണ്ടല്ലോ, കിഡിലൻ അലോയിലൊക്കെ ചെയ്തിട്ട്. അതെ. ഏതാ മോഡല്? ഇത് മോഡല് 2014 നിസാന്റെ ടെറാനോ. 14 ആണ് അല്ലേ? 14 ആണ്. അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു പാർട്ടി നന്നായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. 1 lakh ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ വണ്ടി. 1 lakh ഓടി തേർഡ് ഓണർഷിപ്പ് ആണ്. പക്ഷെ വണ്ടി മെക്കാനിക്കലി ഫുള്ള് സർവീസ് എല്ലാം നിസാൻ ആണ് ചെയ്തിട്ടുള്ളത്. 85 ആണ് PS ആണ്. അപ്പൊ വലിയ കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടാവില്ല, മൈലേജ് കിട്ടും അല്ലേ? സർവീസ് ഫുള്ള് കമ്പനി എന്നാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പുറത്തുനിന്ന് ഒരു സർവീസ് ഇത് എടുത്തിട്ടില്ല. 14 വണ്ടിയാണ്. 85 തേർഡ് ഓണർഷിപ്പ് 98-99 ഓൾമോസ്റ്റ് 1 lakh കിലോമീറ്റർ. മനസ്സിലായില്ലേ? കൊടുക്കാൻ പറ്റും ഇത് ഫൈനൽ കേട്ടോ. ഒരു ഷിഫ്റ്റിന്റെ പൈസ കൊടുക്കും. 3,90,000 രൂപ കൊടുക്കാം. 3,90,000 14 വണ്ടി അല്ലേ? അത് നല്ല വൃത്തിയുള്ള വണ്ടി. നിസാൻ ടെറാനോ മനസ്സിലായില്ല. 14 ഷിഫ്റ്റിന് ഞാനിപ്പോ ഇന്നലെ കൊടുത്ത 4,15,000 രൂപ. മനസ്സിലായില്ല? ആ വിലക്ക് നമുക്ക് ഇത്രയും വലിയ വണ്ടി കൊടുക്കാം. 1 lakh കൊടുത്ത വണ്ടിയാണ്. 1 lakh കൂടിയ വണ്ടിയാണ് ഷിഫ്റ്റും. അതെ, വേറെ കേസ് ഉണ്ട്. 85 ആണ്, മൈലേജും കിട്ടും അല്ലേ? കംപ്ലീറ്റ് മൈലേജ് ഉണ്ട്. അതെ, അതുപോലെ തന്നെ അടിപൊളി ഒരു സാധനം. അതായത് ഒരുപാട് ആൾക്കാർ അതെ. ഇത് പിന്നെ 2020 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പില് ഓൾമോസ്റ്റ് 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതായത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസലിന് ഓട്ടോമാറ്റിക് CVT വരുന്ന വണ്ടി അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ VX ആണ്. ബട്ടൺ സ്റ്റാർട്ട് വരും, എല്ലാവിധ എല്ലാം വരുന്ന വണ്ടിയാണ്.
ഒരു റീപ്ലേസ് ക്ലെയിം കാര്യങ്ങൾ ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ്. അതെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സാധനം അങ്ങനെ കിട്ടൂല, ഇല്ല, നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. അതെ, അത് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ സീറ്റ് കവറൊക്കെ നല്ല കിടിലൻ ലെതറിന്റെ സാധനമാണ് കേട്ടോ. അത് ഒരു നല്ല റേറ്റ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞല്ലേ? അത് ക്വാളിറ്റി ഉണ്ട്, ക്ലെയിം ഇല്ല, ഫുള്ള് പക്കയാണ്. പിന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 20 മോഡലും ഉണ്ട്. ഈ ഡീസൽ ഓട്ടോമാറ്റിക്കിന് എങ്ങനെയല്ല ഒരു 17-18 മൈലേജ് കിട്ടും? 18 അതിന്റെ മേളിൽ അത് കൺഫേം ആണ്. CVT ആയതുകൊണ്ട് നല്ല രസമായിട്ട് ഓടിക്കും. പിന്നെ അതിന് നമുക്ക് ഒരു 6 മാസം ഗിയർ ബോക്സ് ഇഞ്ചിന് അങ്ങനത്തെ പണി വരെ നമുക്ക് വാറണ്ടിയും കൊടുക്കാം. ഒരു വാറണ്ടി കൊടുക്കണം, അതിന് ഒരു പണിയും വരില്ല. ആകെ 40 ഓടിയുള്ളൂ. പറയാം. അതെ, റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, സീറോ ക്ലെയിം വണ്ടി. അതെ അല്ലേ? നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി? ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർ ആയി പോയി എന്നുള്ളത് മാത്രം. 20 മോഡൽ. 20 മോഡൽ. വിലയോ? വില നമുക്ക് ഫൈനലാണ് കേട്ടോ. ഫൈനൽ 9,85,000 രൂപ കൊടുക്കുക. 9,85. അതെ. ഓക്കെ, അത് ഈ സാധനം വേണമെങ്കിൽ എടുത്തായിരുന്നു ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ആൾക്കാർ വരും അല്ലേ? ഇതിപ്പോ നമുക്ക് ഇന്നലെ വന്ന വണ്ടിയാണ്. 10 രൂപ കൂടുതലാണെന്ന് ഇപ്പൊ ആരെങ്കിലും കമന്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കിട്ടൂല. അല്ല, ഇത് കൂടുതലല്ല, ഇത് അവർക്ക് മാർക്കറ്റിൽ കിട്ടൂല. റേറ്റ് കൂടുതലില്ല. എല്ലായിടത്തും തപ്പി നടക്കുക, എവിടെയും കിട്ടിയില്ല ഇങ്ങോട്ട് വന്നായില്ലേ? തീർച്ചയായിട്ടും. കമ്പനി കൊണ്ടേക്കോട്ടെ, ചെക്ക് ചെയ്തോട്ടെ, എല്ലാ ഭാഗം ചെക്ക് ചെയ്തോട്ടെ, എന്നിട്ട് എടുത്തോട്ടെ. ഓക്കെ, അതുപോലെ തന്നെ നല്ല 2018 നിസാൻ മൈക്ര CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക്. 40,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 40,000. അതെ. കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അല്ല, നിസാന്റെ ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ പറയണ്ട. അതായത് ഓട്ടോമാറ്റിക്കലി CVT വരുന്ന നല്ല ക്യൂട്ട് വണ്ടി, ചെറിയ വണ്ടി അല്ലേ? തീർച്ചയായിട്ടും സ്ത്രീകൾക്കൊക്കെ ബെസ്റ്റ് സാധനം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കയറ്റത്തിന് ബാക്കോട്ട് ഇറങ്ങി പോകുന്നില്ല. അതെ. CVT ആയതുകൊണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കാനും എക്സലാ വേരിയന്റ് അല്ലേ? എക്സലാണ് വണ്ടി. ബട്ടൺസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവറും ഉണ്ട് കേട്ടോ. അതെ. ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് നമുക്ക് ഫൈനലാണ് 4,90,000 രൂപയ്ക്ക് ഈ വണ്ടി. 4,90,000. അതായത് 17-18 ലോ കിലോമീറ്റർ. 18 മാനുഫാക്ചർ ഉണ്ട് വണ്ടി. സിംഗിൾ ഓണർ. 17 അല്ല. സിംഗിൾ ഓണർ അല്ലേ? റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ബമ്പർ അങ്ങനെ അല്ലാത്ത മേജർ ആയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് അടിപൊളി റേറ്റ് ആണ്. മാക്സിമം കുറച്ച് വില. അതായത് ആലോചിക്കേണ്ടത് പിന്നെ 18 വണ്ടി ലോ കിലോമീറ്റർ ആണ്, 40 ഓടിയിട്ടുള്ളത് അല്ലേ? സിംഗിൾ ഓണർ CVT. ഒരു റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, 4,90 ഫൈനൽ പ്രൈസ് ആണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആൾക്കാർ കുറച്ച് കൊടുക്കണേ. നോക്കാം. ഓക്കെ, അതുപോലെ ഇത് ഒരു മോഡൽ കുറഞ്ഞ വണ്ടിയാണ്. വോൾസ്വാഗന്റെ വെന്റോ എന്ന് പറയും. 2011 ആണ്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. അതെ അല്ലേ? അതായത് ഈ 11 ഇപ്പോഴും ഡീസലാണ് കേട്ടോ വണ്ടി. ഡീസലാണ്. ഈ 80,000 എന്നൊക്കെ പറഞ്ഞാൽ അതും 11 അതിന്റെ ക്വാളിറ്റി ഇന്റീരിയർ ആയാലും അതിന്റെ എക്സ്റ്റീരിയർ നിങ്ങൾ നോക്കിക്കോളി. ഇസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? പക്ക വോൾസ്വാഗൻ ആണ്. മിഡിൽ ഓപ്ഷൻ ഷോറൂം. അതെ. അല്ലല്ല, ഹൈലൈൻ ആണ്. ഹൈലൈനാ? ഓക്കെ, ഹൈലൈൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്നത്തെ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്ന് 11 ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, വോൾസ്വാഗൻ ആയതുകൊണ്ട് ചോദിക്കാം, അതും ഡീസൽ ഇത്രയും പഴകിയതുകൊണ്ട് ചോദിക്കാം, പക്കയാണോ വണ്ടി? കിലോമീറ്റർ തിരിയില്ല. വാറണ്ടി കൊടുക്കും? വാറണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എങ്ങനെ 11 വണ്ടിയല്ലേ, 6 മാസം അത് എവിടെ കൊണ്ടുപോയില്ല. അതില്ലല്ലോ, അത് അവർ കൊണ്ടുപോയിട്ട് ഇപ്പം എങ്ങനെ ചെക്ക് ചെയ്ത് എങ്ങനെ ഓടിച്ചിട്ട് അവർ വണ്ടി എടുത്തോട്ടെ. മനസ്സിലായില്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഒന്നുമില്ല. കിലോമീറ്റർ അതും ജനുവിന്. ഇത്രയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും. നോക്കിക്കോളൂ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതിന്റെ വിലയും കൂടി കേട്ടെ. ഇത് നമുക്ക് ഒരു ഫൈനൽ നെറ്റ് ഡൗൺ 2,70,000 രൂപ കൊടുക്കും. 2,70,000. 2011 വണ്ടി അല്ലേ? സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ ഡീസൽ കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വണ്ടി. 2,70,000 എന്ന് പറയുമ്പോൾ ഏകദേശം 2 രൂപ ലോൺ കയറുമോ? 11 വണ്ടിയാണ്. പിന്നെ അത് സെറ്റ് ഫൈനാൻസ് ലോൺ ഇല്ല. അത് അവരുടെ രീതിക്ക് എങ്ങനെയാണ് കൊണ്ടുപോവാം. അങ്ങനത്തെ ഒരു ചെറുതായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. മനസ്സിലായില്ല? കുറച്ചുകൂടി സ്പീഡ് പറഞ്ഞു പോയാലോ, സമയം പോകുന്നുണ്ട്. നല്ല അടിപൊളി, അതായത് റെഡ് കളറിൽ ഇങ്ങനെ തിളങ്ങി കിടക്കുന്ന ഒരു പോളോ കാണിച്ചു തരാം. മോഡൽ കൂടിയതാണല്ലോ. അത് 2021 ലാസ്റ്റ് 22 രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇത് GT TSI ഓട്ടോമാറ്റിക്. 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതായത് ഇതിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഗിയർ ബോക്സ് DSG അല്ല വരുന്നത്. അല്ല, ടോർക്ക് കൺവെർട്ടർ വരിക. പിന്നെ അത്യാവശ്യം 1 ലിറ്റർ ആണ്. ഏതാ? 1 ലിറ്റർ 1.2 അല്ല, 1 ലിറ്റർ വരിക. അതെ. പിന്നെ കുറച്ച് മൈലേജ് ഒക്കെ കുറച്ച് മറ്റേ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഇതിന് ശേഷം 1 ലിറ്ററേ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതെ. പക്ഷെ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. അത് എന്നാ ക്ലീനാന്നറിയോ? പിന്നെ എന്റെ ടയർ ഭാഗങ്ങളും കൂടി കാണിച്ചു തരാം. ടയറൊക്കെ നല്ല പുത്തൻ ടയർ. സ്റ്റോക്ക് വണ്ടിയാണ് കമ്പനി. അതായത് സ്റ്റെപ്പിനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു ഭാഗം ഒന്നും ടച്ച് ചെയ്തില്ല. 0 ടച്ചപ്പ് വണ്ടിയാണ്. അതെ, മനസ്സിലായില്ലേ? അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. 18,000 കിലോമീറ്റർ. മനസ്സിലായില്ലേ? കിടന്ന് തിളങ്ങുന്നു. ഓക്കെ, ഇത് ഫൈനൽ 12,10,000 രൂപ കൊടുക്കും. ഇത് ഇറങ്ങിയപ്പോൾ എന്ത് വില ഉണ്ടെന്ന് അറിയുമെങ്കിൽ ഓൾമോസ്റ്റ് 12-12.25. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഡിമാൻഡ് ആണ്. നമ്മൾ എടുക്കുമ്പോഴും ഈ വണ്ടി ഓൾമോസ്റ്റ് ആ ഒരു ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ഇപ്പൊ ഇതിന് ചോദിക്കുന്ന വില 12,10. ഓക്കെ, അതില് കുറെ ഉണ്ടോ? അത് വലിയൊരു മാറ്റം ഇല്ല, കാരണം വണ്ടി കിട്ടുന്നില്ലടോ. എക്സാക്ട് ഡെലിവറി 7/1/2022 ആണ് കേട്ടോ. അത്
നല്ല ക്ലീൻ പീസ് നീറ്റ് സാധനം അല്ലേ? അത് അങ്ങനെ സാധനം കിട്ടുന്നില്ലേ, നമ്മൾ തെരഞ്ഞ ലോ കിലോമീറ്റർ വണ്ടി അങ്ങനെ കിട്ടൂല. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ എന്തായാലും 12-10 വിലയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് എടുത്തു. അതെ തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ജെറ്റ 2016 സിംഗിൾ ഓണർഷിപ്പ്, 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് DSG. അതായത് ഈ ജെറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജെറ്റ് തന്നെയാണ് അല്ലേ? അതെ. പവർ എന്ന് പറഞ്ഞാൽ അജായി പവർ അല്ല സാധനം. പ്രീമിയം വണ്ടിന്റെ പവറാണ് വണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഓഡിയും ബെൻസും BM ഒക്കെ ഓടിച്ചാൽ അതേ സെയിം സാധനം അല്ലേ? ഓടിച്ചാൽ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് അറിയില്ല. 2 ലിറ്റർ എഞ്ചിൻ അല്ലേ വരുന്നതിന്? അതെ അതെ. ഇന്ത്യയിലൊക്കെ നോക്കിയാൽ എന്നാ ക്ലീൻ ആണ്. ഇത് മോഡലാണ് നിങ്ങൾ പറഞ്ഞത്? 2016 ഉണ്ട് കേട്ടോ. 16. അതെ. 16 വെറും 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ അതെ അതെ. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വണ്ടിയാണ് കേട്ടോ. അതായത് ഈ സീറ്റൊക്കെ ഇലക്ട്രിക്കലിയാണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അതെ അതെ അതെ. ടയർ പുത്തൻ ടയറാണ്. തീർച്ചയായിട്ടും. ഒരു തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബമ്പർ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഞാൻ ഹിസ്റ്ററി എടുത്തതാണ്. ഹിസ്റ്ററി PDF നമ്മൾ കസ്റ്റമർ വരികയാണ് എന്റെ കയ്യിലുണ്ട്. ഉണ്ടല്ലേ? കാണിച്ചു കൊടുക്കാൻ. മെയിൻ ഗ്ലാസ് മാറിയില്ലല്ലോ? ഇല്ല, ഒരു ഗ്ലാസോ ഡോറോ ഒന്നുമില്ല കേട്ടോ. ഹിസ്റ്ററി അവൈലബിൾ. വില കൂടി കേട്ടെ. വില നമുക്ക് 12,10,000 രൂപ. 12,10. ആകെ നിങ്ങൾ ചവിട്ടിക്കൂട്ടി 12. അല്ല, ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്ര ലോ കിലോമീറ്റർ കൂടിയ ഒരുപാട് വണ്ടിയുണ്ട്. ഹിസ്റ്ററി സർവീസ് ഒന്നുമില്ല. ഇത് ഇത്ര ക്വാളിറ്റി ഇല്ല, കിട്ടൂല. ഇത്ര കിലോമീറ്റർ കൂടി നമ്മളെ ഉള്ളൂ. അതെ, വേറെ വൃത്തിയുള്ള വണ്ടി നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്തോളി. വെല്ലു വിളിക്കണം. നല്ല വണ്ടിയാണ് നമ്മൾ എടുക്കും. അത്രേ ഉള്ളൂ. സ്പെഷ്യൽ കിലോമീറ്റർ ആയിരിക്കണം, ഓണർഷിപ്പ് ആയിരിക്കണം. മനസ്സിലായില്ലേ? സിംഗിൾ ഓണർ ഈ 58,000 ഓടിയ ജെറ്റ DSG ഓട്ടോമാറ്റിക് ഈ വിലക്കുണ്ടെങ്കിൽ നമുക്ക് ഇതിനും കിട്ടില്ല. ഒരു 15 വില എന്തായാലും മൈലേജ് കിട്ടൂലേ? കൺഫേം അല്ലേ? ഉറപ്പായിട്ടും. പവർ പെർഫോമൻസ് വേണ്ടവർ മാത്രം നോക്കിയാൽ മതി. എന്തായാലും മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ സെയിം സാധനം അല്ലേ? അതായത് സ്കോഡന്റെ ഒക്ടോവിയ പെട്രോൾ ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇത് 1 ലിറ്ററാ? 1 ലിറ്റർ അല്ല, 1.8 ആണ്. 1.8 ആണ്. ഇത് മോഡലോ? പവർ 2016 തന്നെ. 16 ആണ്. 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ. അടിപൊളി. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു മൈനസ് എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് മിസൈൽ വണ്ടിയാണ്. അല്ല, ഇതിന്റെ അതൊരു മൈനസ് വരുന്നത് മൈലേജ് ആണ്. അതെ അതെ. ഒരു 10 കിലോമീറ്റർ മൈലേജ് ഒക്കെ കണ്ടാ മതി. അതായത് അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളായാലും പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പൊ വലിയ ഓട്ടോ ഒന്നും ഇല്ല. ഒരു ക്ലാസ് വണ്ടി വേണമെങ്കിൽ ഇത് മേടിച്ച് വീട്ടിലിട്ട് അവിടെ കിടന്നോളൂ അല്ലേ? അതെ. കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും. സ്പോർട്സ് എല്ലാ ഫീച്ചറും ഉണ്ട് അല്ലേ? ആണ് കാര്യങ്ങളാണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. എന്തെങ്കിലും വേറെ അപാകത ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കൊടുക്കാലോ അല്ലേ? അടിപൊളി വണ്ടി കേട്ടോ. നല്ല ക്ലീൻ ആണ്. വിലയോ? വില ഈ വണ്ടി 11,10,000 രൂപ കൊടുക്കാം. 11,10. കുറയോ? ഇല്ല, കുറയൂല. ഫിക്സ് ആണ്. ചെറിയ മാർജിനിൽ അങ്ങോട്ട് കൊടുക്കുകയാണ് വണ്ടി. മാക്സിമം നമ്മൾ കൊടുത്ത് ഒഴിവാക്കാം. അതെ. വലിയ വില ചോദിച്ച വണ്ടികളാണ്. പക്ഷെ നമ്മൾ എന്താ പറയാ, വലിയ വില ഒന്നിനും ചോദിക്കണില്ല. മാക്സിമം കുറച്ച് നല്ലൊരു കച്ചവടം ചെയ്യാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. 11,10 നിങ്ങൾക്ക് 2016 ഏറ്റവും ടോപ്പിന്റെ മോഡൽ, നല്ല അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ. ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളി ഒരു താറും കൂടി കാണിച്ചു കൊടുത്താൽ. മഹീന്ദ്രന്റെ താറാണ്. ഹാർഡ് ടോപ്പ് ആണ്. 4x4. അതായത് ഏറ്റവും പുതിയ വണ്ടി എന്ന് പറയാം. അതെ. 2021 മോഡലാണ്. 21 സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ മാനുവൽ. 4 വീലാണ് വണ്ടി. ആ ടോപ്പാണ്. കാര്യങ്ങള് 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര? 40,000 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു ഒരു റൗണ്ട് ടയർ മാറിയതാ ഇപ്പൊ അല്ലേ? അതെ. ഇപ്പൊ പുതിയ ടയർ ഫുൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. 4 പുത്തൻ ടയർ ഇപ്പൊ നിലവിൽ വണ്ടിയിൽ കിടക്കുന്നുണ്ട്. കുറച്ച് പൊടി ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട്. വേറെ യാതൊരു കുഴപ്പവും നിലവിൽ ഈ വണ്ടിക്ക് പറയാനില്ല. ഇത് കിലോമീറ്റർ 40 കറക്റ്റ് ഹിസ്റ്ററി കൊടുത്തു. ഷോറൂം സർവീസ് ഉള്ള വണ്ടിയല്ലേ? സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വണ്ടിയല്ലേ, വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അല്ലേ? പിന്നെ ഇന്ത്യയിലൊക്കെ ഒരു കുറ്റവും പറയാനില്ലാത്ത തരത്തിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. പക്ഷെ നല്ല വൃത്തി ഉണ്ടല്ലേ വണ്ടി? അതെ. ഓക്കെ. ഇത് പ്രൈസ് പറയുകയാണെങ്കിൽ ഫൈനൽ കേട്ടോ, നെറ്റ് ഫൈനൽ 13,40,000 രൂപ കൊടുക്കാം. 21 വണ്ടിയോ? 21 വണ്ടി ഡീസൽ. ഒരു അപാകത ഇല്ല. ഇതെന്താണ് ഈ റേറ്റ് കൊടുക്കണമെന്ന് ചോദിക്കണ്ട, കൊടുക്കുക. വേറെ വർത്താനം. 13,40,000 13,40,000 രൂപയ്ക്ക് 2021 വണ്ടി വെറും 40,000 രൂപ. 4x4 മാനുവൽ ഡീസൽ. ഒരു നഷ്ടവും ഇല്ല അല്ലെ? അടിപൊളി പ്രൈസാ. ഹാർഡ് ടോപ്പ് ഫുൾ ഓൺ കയറില്ലേ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഒരു വൃത്തികെട്ട കാക്ക അവിടെ ഇരുന്ന ഒരേ കാറിലാണ്. അത് സാറില്ല. പിന്നെ അതേപോലെ തന്നെ ഇന്നോവ ഉണ്ടല്ലോ. ഇത് 2013 ഒറിജിനൽ കേരള വണ്ടിയാണ്. 13 ഒറിജിനൽ കേരള. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആ വണ്ടി വലിയ കുഴപ്പമില്ല. G4 ആണ് കേട്ടോ. G4 ആണ്. അലോയ് വീൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ കിലോമീറ്റർ 120 ഓടിയുണ്ട്. കമ്പനി സർവീസ് ആണ്. ഓക്കെ. 120. ഈ 13 ഒറിജിനൽ കേരള ആയതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, 120 ജെനുവിൻ ആയിരിക്കും അല്ലേ? അതെ. ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? ഹിസ്റ്ററി കമ്പനി ഉള്ളതാണ്. പിന്നെ ബമ്പർ അങ്ങനെ എന്താ ചെറിയ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ചൻ ഭാഗം മറ്റുള്ളൊന്നുമില്ല. വണ്ടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആയിക്കോട്ടെ. എന്താ വില?
ഈ വണ്ടി ഫൈനൽ 8,80,000 രൂപ കൊടുക്കും. 880 ഒറിജിനൽ കേരള 13 വണ്ടി Final fixed 120 ഓടിയിട്ടുള്ളൂ എന്നാണ് ഹൈലൈറ്റ് അല്ലേ? അതെ 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 അത് ജെന്യൂൻ ആണല്ലോ അല്ലേ? അതെ അതെ ഓക്കെ. അപ്പൊ 880 ഈ വണ്ടി നമുക്ക് കൊടുക്കും. അത് ഒന്നും കുറയില്ല. ഇല്ല ഫിക്സ് ആണ് അങ്ങനെ പറയരുത്. ഓൾമോസ്റ്റ്. നമ്മുടെ റോഡ് മാസ്റ്ററിന്റെ വീഡിയോ റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടിട്ട് വരുമെങ്കിൽ ഫുൾ ചെറുതായിട്ട് അടിക്കാനുള്ള പൈസ കുറച്ച് നോക്കാം. അടിപൊളി. തീർച്ചയായും. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 880 2013 വണ്ടി പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് തരും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു KUV അല്ലേ? സോറി XUV 300. അതെ 300 ആണ്. 2019 വണ്ടിയാണ്. W8 ഓപ്ഷനിൽ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതായത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ ബീജ് കളർ വരുന്ന ഇന്റീരിയർ ആണ് ഇതിന് വരുന്നത്. അതായത് ഈ മഹീന്ദ്രയിൽ ശരിക്കും പറഞ്ഞാൽ മഹീന്ദ്ര ഇറക്കിയതിൽ ഒരു ക്ലാസ് വണ്ടിയാ അല്ലേ? അതെ അതെ. ഡീസലോ പെട്രോളോ? ഡീസലാണ്. ഡീസൽ മാനുവൽ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഭയങ്കര പ്രീമിയം ആട്ടോ ഈ സാധനം. ശരിക്കും ഒരു ബെൻസിന്റെ ഇന്റീരിയർ കാണുന്ന പോലെ ഒരു ഫീൽ അല്ലേ? അതെ അതെ അതെ. നല്ല ഭയങ്കര ഫീച്ചേഴ്സ് ആണ് വണ്ടിക്ക്. നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ആണ്. ഇതിന് എല്ലാവിധ ഫീച്ചേഴ്സും വരും കേട്ടോ. ഒരു അപാകതയില്ലല്ലോ? ഇല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല. ബമ്പർ അങ്ങനത്തെ വേറെ മേജർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും. മോഡൽ ഏതായിരുന്നു നിങ്ങൾ പറഞ്ഞത്? 2019 വണ്ടിയാണ് കേട്ടോ. 19 ആണ്. അതെ അതെ അതെ. 19 എത്ര ഓട്ടം? ഇത് വന്നിട്ട് 45,000 കിലോമീറ്റർ ഓടി. 45 ഓടി. അതുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതെ അതെ. ഓക്കെ. അതായത് 19 45 എന്ന് പറയുമ്പോൾ ഒട്ടും കൂടുതലല്ല. പിന്നെ അപാകത ഒന്നുമില്ല. ഡീസൽ മാനുവൽ ഒരു 20-നടുത്ത് മൈലേജ് കിട്ടുന്ന കോമ്പാക്ട്. 20 മേളിൽ കിട്ടും. നല്ല നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 20 മേളിൽ നമുക്ക് കൊണ്ടുവരും. ഈ വണ്ടി ഫൈനലാണ്. ഇത് നമ്മൾ പറയുന്നതൊക്കെ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ്. 8,65,000 രൂപ കൊടുക്കും. 865 18 വണ്ടി അല്ലേ? 18 അല്ല 19 വണ്ടി. മനസ്സിലായില്ലേ? ഓക്കെ. അതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിൽവർ കളർ വണ്ടി. പുതിയ വണ്ടി ഓൾമോസ്റ്റ് 14 ലക്ഷം രൂപയുടെ മേളിൽ വരുന്നുണ്ട്. 14 അല്ലേ? ഓക്കെ. അതെന്തായാലും നോക്കിക്കോളൂ. 8 സംതിങ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ ചെയ്തും കൊടുക്കാം. അതെ അതെ. ഫുൾ ലോൺ കയറും. അതുപോലെ തന്നെ ബ്രസ ആണെങ്കിലോ? ബ്രസ ആണെങ്കിൽ 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ZDI ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 50 അല്ലേ? അതെ അതെ അതെ. ഈ നമ്മുടെ ഇപ്രാവശ്യം കുറേ അധികം ഡീസൽ വണ്ടികൾ ചെറുത് ഇങ്ങനെ ലോ കിലോമീറ്റർ വണ്ടി ഉണ്ട് അല്ലേ? അതെ അതെ. ഇതൊക്കെ നല്ല ക്വാളിറ്റി അല്ലേ വണ്ടി? ഒരു ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമ്മളിപ്പം വീഡിയോയിൽ പറയുന്നല്ലേ. നമ്മൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി കാര്യങ്ങൾ ഇത് മാരുതിയിൽ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ അതെ അതെ. നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു കുറ്റം പറയാനില്ല. അലോവീലും കാര്യങ്ങളൊക്കെ വരും. ബട്ടൺ ഷോട്ട് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടാവും അല്ലേ? അതെ അതെ അതെ. 50,000 ഹിസ്റ്ററി അടക്കം എടുത്ത് കൊടുത്തിട്ട് എന്ത് വിലക്ക് കൊടുക്കാം? 8,20,000 രൂപക്ക് ഫൈനൽ 820 17 വണ്ടി അല്ലേ? 17 വണ്ടി ZDI. അടിപൊളി. ഓക്കെ. അത് ലോ കിലോമീറ്റർ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? ഓക്കെ. അത് ZDI ആണ്. നോക്കണം. നേരത്തെ അത് കഴിഞ്ഞാൽ അതേ ഒരു നമ്മളെ ഒരു മഹീന്ദ്രന്റെ XUV-യുടെ 300 ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. സെയിം ഓപ്ഷൻ ആണ് വരുന്നത്. സെയിം മോഡലാണ്. 19 തന്നെയാണ് വരുന്നത്. 19 മോഡൽ ഏറ്റവും ടോപ്പ് വണ്ടി. അതെ അതെ അതെ. ഇത് അത്യാവശ്യം നല്ല റെഡ് കളറിലായതുകൊണ്ട് നല്ല നീറ്റാണ് വണ്ടി. അതെ അതെ. നല്ല തിളങ്ങുന്നുണ്ട് കിടന്നിട്ട്. പിന്നെ സ്ക്രാച്ചോ ഡെന്റോ തട്ടോ മുട്ടോ ഒന്നും കാണുന്നില്ല. ബ്ലാക്ക് ഇന്റീരിയർ ആണ് വരുന്നത്. മറ്റേ ബീജ് ഇന്റീരിയർ ആണ് വരുന്നത്. അതെ 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 അതെ. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം വരുന്നത്. ഇതിന്റെ ബ്ലാക്ക് ആണ് സീറ്റ് കവർ ഒക്കെ വരുന്നത്. നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി? അതെ അതെ. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതെ അതെ. എല്ലാവിധ ഫീച്ചേഴ്സും വരും കേട്ടോ. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? ഇതും ഓൾമോസ്റ്റ് 52 53 കണ്ട് ഓടിയിട്ടുണ്ട്. ഒക്കെ ആണല്ലോ അല്ലേ? വണ്ടിക്കൊന്നുമില്ല. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് കേട്ടോ. ഒരു ഡോർ അത് സ്ക്രാച്ച് വീണിട്ട് കസ്റ്റമർ അവിടുന്ന് അതേമാതിരി ഒരു ബമ്പർ അങ്ങനെയുള്ള അല്ലാതെ ഇടിയില്ലെന്ന് ഉറപ്പില്ല. ഇടിച്ചിട്ട് ഇഞ്ചൻ ഭാഗോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അങ്ങനത്തെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 19 മോഡൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഡീസൽ മാനുവല് എന്തുമല്ല വരുന്ന വണ്ടിയാണ്. ഇതും നമ്മളെ ഒരു ഫൈനൽ 8,70,000 രൂപ കൊടുക്കും. 870. ഓക്കെ. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും ചെയ്യാം അല്ലേ? ഫുൾ ലോൺ. 1 രൂപ വേണ്ട. അടിപൊളി. ഇനി വേണമെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. അതും കൊടുക്കാം. അത് കാരണം 19 വണ്ടിയാണ് അല്ലേ? നല്ല വാല്യൂ ഉള്ള വണ്ടിയാണ്. മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. നല്ല മൈലേജ് ആണ്. അതെ. വേറെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അതെ അതെ. അതായത് ഒരു കോമ്പാക്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ കാണിച്ചേ ഓൾമോസ്റ്റ് ഇതാ ഈ കിയ മുതൽ ഇതാ ആ 4 വണ്ടിയും ഒരേ കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാ അല്ലേ? ഇനി അടുത്തത് കിയ സോണറ്റ് 2000 ഡീസലാണ്. മാനുവൽ ആണ്. 20,000 കിലോമീറ്റർ ആയി വണ്ടി ഓടിയിട്ടുള്ളത്. വെറും 20 സീറോ ടച്ചപ്പ് ആണ്. കാര്യങ്ങൾ ഒന്നുമില്ല. 2022 വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ഫുൾ ഷോറൂം അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. എല്ലാം വരുന്ന സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് 22 ഡീസലില് മാനുവൽ വണ്ടി അല്ലേ? അതെ 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 അതെ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോമ്പാക്ട് SUV-യിൽ ഒരു 20 മേലെ മൈലേജ് കിട്ടും. പിന്നെ നല്ല അടിപൊളി ഇന്റീരിയർ ആട്ടോ. എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ്. ലോഡ് കണക്കിന് ഫീച്ചർ ഉണ്ട് ഇതിൽ. എന്തെങ്കിലും അപാകത പറയാണ്ടോ? ഒന്നുമില്ല. ഒരു ബമ്പർ പോലും റീപ്ലേസ് ഇല്ല. അത് കിയ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പും വരുന്ന വണ്ടിയാണ്. കറക്റ്റ് പറഞ്ഞാൽ 20,573 ക്വാളിറ്റി വണ്ടിയാണ്. അതെ. മനസ്സിലായില്ലേ? കറക്റ്റ് പറഞ്ഞാൽ 20,501 കിലോമീറ്റർ. അത് ഫുള്ള് കമ്പനിയാണ്. അതെ. അപ്പൊ 22 മോഡൽ 20,000 കിലോമീറ്റർ ഡീസൽ മാനുവൽ എന്ത് വിലക്ക് കൊടുക്കുക?
ഫൈനൽ ആ. ഫൈനൽ ഫൈനൽ 11,90,000 രൂപ. പോയിക്കാടുത് ശരിക്കും സൂപ്പർ വില. അത് നല്ല അടിപൊളി പ്രൈസ് അല്ലേ? അതെ, അത് സൺറൂഫുള്ള ഏറ്റവും ടോപ്പ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടിയാണ്. അത് ടോപ്പ് എൻഡ് വണ്ടി 11,90,000 20,000 കൂടിയ 2022 വണ്ടി. ഒരു 50 ഒന്ന് നോക്ക് വേണമെങ്കിൽ അങ്ങോട്ടും കൊടുക്കാല്ലേ പൈസ? പിന്നെ ലോണ് തീർച്ചയായിട്ടും ഫുൾ ലോണും കയറില്ലേ? അതെ അതെ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? ഇത് നോക്ക്, ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ടച്ചപ്പ് പോലും കയറാത്ത വണ്ടിയാണ്. 22 എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും 11,90 22 വണ്ടി, ക്വാളിറ്റി വണ്ടി. അടുത്തത് അൽക്കാസർ അല്ലേ? ഹുണ്ടായിലോട്ട് വന്നു. ഹുണ്ടായുടെ അൽക്കസർ ആണ്. 2021 മോഡലാണ് കേട്ടോ. 21 അൽക്കാസർ അല്ലേ? അതെ അതെ. അതായത് 10ാം മാസം 21ാം വർഷം ഇറങ്ങിയ വണ്ടിയാണ്. അതായത് അത്രയും പുതിയ വണ്ടിയാണ് കേട്ടോ. ഇത് ഫുൾ ഓപ്ഷനാ? ഇത് പ്ലാറ്റിനം ഫുൾ ഏറ്റവും സിഗ്നേച്ചർ ആണ് ഫുള്ള്. അതിന്റെ നേരെ താഴെയുള്ള പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. നല്ല നീറ്റാ അല്ലേ? നല്ല നീറ്റാ അല്ലേ? അതായത് 360 ക്യാമറ എല്ലാം ഉണ്ട്. 360 ആണ്, ഡിഗ്രി ക്യാമറ ഉണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം അല്ലേ? 7 സീറ്റർ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇതില് ഈ സീറ്റ് വെന്റിലേഷൻ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷനായിട്ട് സീറ്റ് വെന്റിലേഷൻ വ്യത്യാസം ചെറിയ എന്തോ 1-2 വ്യത്യാസങ്ങളേ ഉള്ളൂ. കറക്റ്റ് പറഞ്ഞാൽ 54,710 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. വിലയോ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇതൊരു ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടാത്തതിന്റെ വില കുറച്ചിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. എത്ര കൊടുക്കും? ഈ വണ്ടി ഫൈനൽ 17,10,000 രൂപ കൊടുക്കാം. 17,10 21 വണ്ടി, 21 ഡീസൽ. ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഇപ്പം ഈ വണ്ടിയുടെ വില 25 ലക്ഷത്തിന്റെ മേളിൽ 26 സംതിങ് വരുന്നുണ്ട്. ഇപ്പം ഫുൾ ഓപ്ഷൻ അതിലും കൂടുതലാണ്. ഈ വണ്ടിക്ക് 28-29 വരുന്നുണ്ട്. ഇത് 17,10,000 രൂപക്ക് ഫുൾ ലോൺ കയറ്റിട്ട് കൊടുക്കാം. തപ്പി നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. ഡീസൽ ഓട്ടോമാറ്റിക് അടിപൊളി സാധനം അല്ലേ? ഇതും ഏകദേശം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഡീസൽ വണ്ടി. ക്രെറ്റയുടെ ആ ഒരു കാറ്റഗറിയുള്ള വണ്ടി തന്നെയാണ്. നമുക്ക് ഈ ഒരു 7 സീറ്റർ ആണ് കുറച്ച്, പക്ഷെ അതിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. ക്രെറ്റിനെക്കാട്ടിയും ഫീച്ചേഴ്സ്, പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അടിപൊളി. അത് നിങ്ങൾ മിസ് ചെയ്യേണ്ട നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബലേന ഉണ്ട്. ഇതാണെങ്കിലോ 2021 മോഡലാണ് സീറ്റ. 21 സീറ്റ. ഡീസലോ പെട്രോളോ? പെട്രോൾ. ശരി, 19 ശേഷം ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? അതെ അതെ അതെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓടിയതോ? ഓടിയുടെ 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 54. അതെ അതെ അതെ. 54,000 കിലോമീറ്റർ ഓണർഷിപ്പ് ആട്ടോ. അതെ അല്ലേ? ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. ഏറ്റവും ഫുള്ളിന് തൊട്ട് താഴെ ഏറ്റവും. അതെ അതെ അതെ. നല്ല ക്ലീൻ പീസ് ആണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഒരു കുറ്റം പറയാനില്ല. അതെ, ഒന്നുമില്ല. ആ സീറ്റിന്റെ അവിടെ ചെറിയ ഒരു മറ്റേ കവർ അടിച്ചിട്ടതാണ്. അതെ അല്ലേ? മനസ്സിലായില്ല. വേറെ അങ്ങനത്തെ അപാകത ഒന്നുമില്ല. ഒറിജിനൽ കവർ അല്ല. ഇത് വേണമെങ്കിൽ ചെയ്യാം, പ്രശ്നമില്ലല്ലോ. 10,000-6,000 കേരളത്തിലുള്ളൂ. അതിനൊരു വർത്തമാനത്തിനൊക്കെ ഉണ്ടല്ലോ. മാറ്റാൻ സമയം കിട്ടിയിട്ടില്ല. അപാകത ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ഹിസ്റ്ററി നമ്മൾ മരുന്ന് ചെക്ക് ചെയ്തു. 21 വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തു. വില നമുക്ക് ഒരു 6,25,000 രൂപ. 6,25,000. 2021 വണ്ടി. അതെ. 6,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 2021 സീറ്റാണെന്ന് ആലോചിക്കണം. ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ക്ലീൻ പീസ് വണ്ടി അല്ലേ? അത് ലോ കിലോമീറ്റർ. അതായത് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ലാസ്റ്റ് വണ്ടി കാണിച്ചാലോ? ഫോർച്യൂണർ. ഇത് ഫോർച്യൂണർ ആണ്. ഇത് നമ്പറായ വണ്ടിയാണ് കേട്ടോ. 2014 വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബോണ്ട് അടഞ്ഞിട്ടില്ലല്ലോ. 1,20,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതായത് മോഡൽ ഏതാ പറഞ്ഞത്? 2014. 1,20,000 ജെന്യൂൻ ആണ്. കമ്പനി നമ്മൾ ചെക്ക് ചെയ്ത് അവിടുന്ന് കസ്റ്റമർ ചെക്ക് ചെയ്ത് എടുത്തതാണ്. ഇവിടെ ടയോട്ടയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കിലോമീറ്റർ ജെന്യൂൻ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മേജർ ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക്. നല്ല നീറ്റ് ആട്ടോ ഇന്റീരിയർ ഒക്കെ. നീറ്റ് മാത്രമല്ല, നമ്മളിപ്പോ ചില വണ്ടികൾ, മിക്ക വണ്ടികളും മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടാവും ഡൽഹിയിൽ നിന്ന് വരുമ്പോ. ഇത് അതുപോലെ റീപ്ലേസ് ഇല്ല. മാത്രമല്ല ആ കിലോമീറ്റർ ജെന്യൂൻ ആണെന്ന് സ്റ്റിയറിംഗിലേക്ക് ഒന്നും ആയിട്ടില്ല. ഇല്ല. നല്ല വൃത്തിയുണ്ട് അല്ലേ? പിന്നെ ന്യൂ ഷേപ്പ് ഫോർച്യൂണറിന്റെ അലൈസ് ചെയ്തിട്ടുണ്ട്. ശരി, 14 മോഡൽ, ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത 1,20,000 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. മനസ്സിലായില്ലേ? വിലയോ? 15,25,000 രൂപ. 15,25. 2 വീൽ ഓട്ടോമാറ്റിക്. നിലവിൽ പേപ്പർ ആയ വിലയാണല്ലേ? ടാക്സ് എല്ലാം കഴിഞ്ഞു. കേരളം മലപ്പുറം നമ്പറായ വണ്ടിയാണ്. ഒന്നും ഇനി അറിയണ്ട. അപ്പൊ പേപ്പർ ആക്കിയിട്ടാണ് പറയുന്നത് 15,20,000. പേപ്പർ ഓൾറെഡി ടാക്സ് അടച്ചു, എല്ലാം കഴിഞ്ഞ് കേരള വണ്ടിയായി വിലയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും 15,20,000 രൂപയ്ക്ക് 14 മോഡൽ ഇതാ ഈ കിടിലൻ സാധനം കൊണ്ടു അല്ലേ? ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഒന്നുമില്ല കേട്ടോ. അവർക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, ഷോറൂമിൽ കൊണ്ടുപോകാൻ എന്തും ചെയ്യാം. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ മാഞ്ചസ്റ്റർ മോട്ടോഴ്സിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇത്ര സമയം കൊണ്ട് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. നല്ലൊരു വണ്ടി നമ്മുടെ ഒരാൾ വന്നാൽ നല്ല അടിപൊളി കണ്ടീഷനിൽ കൊടുക്കണം. തീർച്ചയായിട്ടും മാക്സിമം വില കുറയ്ക്കും. അത് നമ്മൾ കുറക്കാവുന്ന മാക്സിമം കുറച്ചിട്ടുണ്ട്.
ഇനിയും വന്ന് എന്നാൽ നമുക്ക് കൊടുക്കാവുന്ന എന്താ ചെയ്യാനുള്ളത് അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അതിന്റെ പേപ്പേഴ്സ് വർക്ക് ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അതിന്റെ വൃത്തിക്ക് ചെയ്തിട്ട് വിശ്വസിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു വണ്ടി. അതായത് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ ഒക്കെ ക്വാളിറ്റിയാണ്. നിങ്ങൾ കണ്ണും പൊടി ഈ കിടക്കണ ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല അല്ലേ? വണ്ടികളല്ല ഞാൻ ചെക്കേണ്ടതല്ലാട്ടോ ഉദ്ദേശിച്ചത്. കാരണം പുതിയ വണ്ടികളാണ്. ഈ പുതിയ വണ്ടികളൊക്കെ ആകുമ്പോൾ കിലോമീറ്റർ കുറഞ്ഞത് ഓടുമ്പോൾ അതിന് കംപ്ലൈൻസ് അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ? 100% അങ്ങനത്തെ വണ്ടികൾ എടുക്കാറുള്ളൂ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നമ്മൾ കാണിച്ച ഒരുവിധം വണ്ടിക്ക് എല്ലാത്തിനും എനിക്ക് തോന്നുന്നു 11 വെൻഡോയ്ക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും 6 മാസം വാറണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിച്ചാൽ അയച്ചു തരും. എല്ലാ ഡീറ്റെയിലും കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടന്ന് വീഡിയോ വീണ്ടും കാണാം. റീൽസ് ഇട്ടിട്ടുണ്ട്, കുറച്ച് പ്രീമിയം വണ്ടിയിൽ റീൽ വന്നിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. അപ്പോൾ അതുവരെ എല്ലാവർക്കും